പ്രൈസ് ലോർഡ്. ഞാൻ പാലക്കാട് ജില്ലയിലെ മുണ്ടൂർ എന്ന സ്ഥലത്ത് നിന്ന് വരികയാണ്. സെൻറ്റ് അൽഫോൺസ ചർച്ചാണ് ഞങ്ങളുടെ പള്ളി. അപ്പോൾ ഞാൻ ഇന്നിവിടെ, എൻ്റെ പേര് പിൻസൺ പി ജോസഫ് എന്നാണ്. ഞാനിവിടെ സാക്ഷ്യം പറഞ്ഞ രണ്ടാമത്തെ പ്രാവശ്യമാണ്. നേരത്തെ ഒരു പ്രാവശ്യം 2 കൊല്ലം മുമ്പ് ഒന്ന് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ സാക്ഷ്യം എനിക്ക് വേണ്ടി തന്നെയാണ്. എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു അത്ഭുതമാണ് എൻ്റെ ജീവിതത്തിൽ, ഞങ്ങളുടെ കുടുംബത്തിൽ നടന്നിട്ടുള്ളത്. കാരണം എനിക്കിപ്പം 60 വയസ്സായി. ഇതുവരെ എനിക്ക് ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ ഇങ്ങനത്തെ യാതൊരു അസുഖവും ഞങ്ങൾക്ക് ആർക്കും ഇല്ല. അപ്പോൾ ഒരു 3-4 മാസം മുമ്പ് എനിക്ക് നടക്കുമ്പം ഒരു അണപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് എനിക്കറിയില്ലായിരുന്നു. തീരെ നടക്കാൻ വയ്യ. പള്ളിയുടെ പെരുന്നാളിന് പ്രദക്ഷിണത്തിന് പോലും നടക്കാൻ പറ്റാത്തൊരു കണ്ടീഷനായിരുന്നു. അപ്പോൾ ഞാൻ വീട്ടിലിങ്ങനെ പറഞ്ഞു നമുക്ക് ഡോക്ടറെ കാണിക്കാമെന്ന് പറഞ്ഞ് അടുത്തൊരു ഹോസ്പിറ്റലുണ്ട്. അവിടെ പോയി ചെക്കപ്പിന് പോയപ്പം പുള്ളി നോക്കിയൊന്നുമില്ല. പുള്ളി പറഞ്ഞ ഒരു കാര്യം ECG എടുക്കാൻ പറഞ്ഞു. ECG എടുത്ത് നോക്കിയപ്പോൾ അതിന് വേരിയേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. വേരിയേഷന് അവിടുത്തെ ആ ഹോസ്പിറ്റലിലത്തെ കാർഡിയോളജിസ്റ്റിനെ കാണാൻ ചെന്നപ്പം ഒരു 2 മണിക്കൂർ കാത്തു നിന്നിട്ടും ഇത് കേട്ടപ്പോൾ തൊട്ട് എനിക്ക് ടെൻഷനായി. കാരണം ഇതുവരെ എനിക്കങ്ങനെ ജീവിതത്തിൽ അനുഭവം ഉണ്ടായിട്ടില്ല. 3 മണിക്കൂറോളം വെയിറ്റ് ചെയ്തിട്ടും ഡോക്ടറെ കാണാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ അവിടുന്ന് റിസൾട്ട്സ് ഒക്കെ മേടിച്ചിട്ട് ഞങ്ങളെന്നാൽ നന്നായിട്ടൊരു ചെക്കപ്പ് ചെയ്യാൻ പറഞ്ഞിട്ട് കോയമ്പത്തൂർ പോകുന്നുണ്ട്. പിറ്റേ ദിവസം ഞാനും മോനും കൂടെ കോയമ്പത്തൂർ പോയി. അവിടുത്തെ ഹോസ്പിറ്റലിൽ പോയി. അവിടെ ചെന്നപ്പോൾ ചെക്കപ്പ് എല്ലാം ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്തു. അത് ചെയ്തപ്പോൾ അന്ന് ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല. ECG എടുത്തപ്പം പവർഫുൾ ഹാർട്ടാന്നൊക്കെ പറഞ്ഞു. എന്നാലും ഒന്നും കൂടെ ഈ CT സ്കാൻ ചെയ്ത് നോക്കണമെന്ന് പറഞ്ഞ് എന്നെ CT സ്കാൻ വിധേയമാക്കി. ഞാൻ ആദ്യമായിട്ടാണ് CT സ്കാനൊക്കെ ചെയ്യുന്നത്. നമ്മൾ കണ്ടും കേട്ടെന്നല്ലാതെ ഇതുവരെ ചെയ്തിട്ടില്ല. ആകെ ടെൻഷനും പേടിയൊക്കെ ആയിരുന്നു. ടെൻഷനും ഹാർട്ട് ബീറ്റൊക്കെ കൂടി. അപ്പോൾ CT സ്കാൻ ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് രാത്രിയാവും കിട്ടുമെന്ന് പറഞ്ഞു. ഞങ്ങൾ വീട്ടിൽ പോന്നു. എല്ലാവരും പ്രാർത്ഥനയായി. എനിക്കോ എന്ന് കേട്ടപ്പോൾ എല്ലാവരും ഞെട്ടിപ്പോവാണ്. കാരണം ഞാൻ എല്ലാവരുടെയും കാര്യത്തിന് വേണ്ടി ഓടി നടക്കുന്ന ആൾ. എനിക്കെങ്ങനെ കേട്ടപ്പോൾ എല്ലാവരും അപ്രതീക്ഷിതമായിട്ടൊരു അടിയേറ്റ പോലെയായി. പക്ഷേ ഞങ്ങൾ പിറ്റേ ദിവസം ചെന്നപ്പം ഈ CT സ്കാൻ്റെ റിസൾട്ട് കണ്ടപ്പോഴത്തേനും ആ ഫിസിഷ്യൻ പറയുകയാണ് ഉള്ളിലൊരു ബോംബാന്ന് പറഞ്ഞു. ഞാൻ മുഖത്ത് നോക്കി പറയുകയാണ്. ഞാനും മോനും ഞെട്ടിപ്പോയി. ബോംബാന്ന് പറഞ്ഞു. ബോംബ് പൊട്ടുന്ന പോലെ ഇരിക്കുകയെന്ന് പറഞ്ഞു. ബോംബ് ഒരു പേഷ്യൻ്റെ അടുത്ത് ഒരിക്കലും പറയാൻ പാടില്ലാത്ത കാര്യമാണ്. അപ്പോൾ തന്നെ ഇമ്മീഡിയറ്റായിട്ട് കാർഡിയോളജിസ്റ്റിനെ കാണാൻ പറഞ്ഞു. എനിക്കാണെങ്കിൽ വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എൻ്റെ അടുത്ത് തല കറക്കുന്നുണ്ടോയെന്ന് ചോദിച്ചു. തല കറക്കമില്ല. കൈക്ക് ഷോൾഡറിന് വേദനയുണ്ടോയെന്ന് ചോദിച്ചു. പെയിനൊന്നുമില്ല. അപ്പോൾ ഇതെല്ലാം കേട്ടപ്പോൾ ഇതെന്താ കാര്യമെന്ന് മനസ്സിലാകാതെ കാർഡിയോളജിസ്റ്റിനെ കണ്ടു. കാർഡിയോളജിസ്റ്റ് പറഞ്ഞു നടന്നെന്തിനാ വന്ന് വീൽ ചെയറിൽ പോകണമെന്നാണ് പറയുന്നത്. ഞാൻ നടന്ന അടുത്ത് നടന്നു പോയത് കുറേ ദൂരമുണ്ട്. ആ വലിയ ഹോസ്പിറ്റലാണ്. ഇതെല്ലാം കേട്ടപ്പോൾ ആകെ പേടിയായി. പുള്ളി പറഞ്ഞ് ഇമ്മീഡിയറ്റായിട്ട് ഹാർട്ട് സർജറി ചെയ്യണം. ബൈപ്പാസ് സർജറി. അതിന് 2.5 lakhs. പിന്നെ ഈ കിതപ്പുള്ളതിന്, ഈ ശ്വാസം മുട്ടലുള്ളതിന് പേസ് മേക്കർ വെക്കണമെന്ന് പറഞ്ഞു. അതിന് 2.5 lakhs. ടോട്ടലൊരു 5.5 ലക്ഷം രൂപയാവും ഹോസ്പിറ്റൽ എല്ലാം കൂടെ ആയിട്ട്. അവിടെ അങ്ങനെയാണ്. പൈസ കൊണ്ട് ഇന്നേക്ക് നമ്മുടെ ഇവിടുത്തെ പോലെ അല്ല. ഇന്ന് ചെയ്താൽ നാളെ ചെയ്യാം. ഇപ്പോൾ പൈസ കൊണ്ട് ഇപ്പോൾ കഴിയും, നാളെ വേണേൽ നാളെ ചെയ്യാമെന്ന് പറഞ്ഞു. ആൻജിയോഗ്രാം അതിന് മുമ്പ് ചെയ്യണം. അതിന് 30,000 വേറെയും വരുമെന്ന് പറഞ്ഞു. എല്ലാം കൂടെ ഒരു 6 ലക്ഷം രൂപയാവും. പൈസയില്ല. പക്ഷേ എനിക്ക് ഒരു കുഴപ്പമില്ലാതെ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ആകെ അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ വന്ന് എല്ലാം പ്രാർത്ഥനയായി. എല്ലാം പ്രാർത്ഥനാ സഹായം എല്ലായിടത്തേക്ക് അപേക്ഷിച്ചു. അപ്പോൾ മാതാവിൻ്റെ നേരത്തെ തൊട്ട് 2019 തൊട്ട് ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോള് പറഞ്ഞു ഉടമ്പടി നമുക്ക് പുതുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു സെക്കൻഡ് ഒപ്പീനിയന് വേണ്ടി ഞങ്ങൾ എറണാകുളത്ത് അമൃത ഹോസ്പിറ്റലൊന്ന് പോയി. അമൃത ഹോസ്പിറ്റലൊന്ന് പോയപ്പം ഈ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ജ്യേഷ്ഠൻ പണ്ട് ഇതുപോലെ ഹാർട്ടിന് വയ്യാതായിട്ട് ഓപ്പറേഷൻ ചെയ്തു. അപ്പോൾ സെക്കൻഡ് ഒപ്പീനിയൻ ചെയ്തില്ല. എറണാകുളത്തെ ഒരു ഹോസ്പിറ്റലായിരുന്നു. അത് പുള്ളിനെ ഹാർട്ട് ഓപ്പറേഷന് കയറ്റി തിരിച്ചു കൊണ്ടുവന്ന ബോഡി ആയിട്ടാണ് തന്നെ. പുള്ളി വണ്ടി ഓടിച്ചുകൊണ്ട് പോയ ആളെ ഡെഡ് ബോഡി ആയിട്ടാണ് തിരിച്ചു തന്നെ. ഇതെല്ലാം എൻ്റെ മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് മൊത്തം പേടിയായി. അപ്പോൾ ഓപ്പറേഷൻ എന്തായാലും ചെയ്യാൻ പറ്റിയാലെന്നുള്ള ഇതിൽ ഞങ്ങൾ ഇവിടെ സെക്കൻഡ് ഒപ്പീനിയൻ അമൃത ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവിടെ പറഞ്ഞു ഓപ്പറേഷൻ വേണ്ട, പക്ഷേ പേസ് മേക്കർ മസ്റ്റായിട്ടും വെക്കണം എന്ന് പറഞ്ഞു. ഒരു ദിവസം അവിടെ കിടത്തി. 2ാമത്തെ ദിവസമാണ് ഡിസ്ചാർജ് ചെയ്യാൻ നേരത്തെ ഡോക്ടർ. അപ്പോൾ സാറ്റർഡേ ഈവനിങ് നടക്കാൻ TMT ചെയ്യാൻ പറ്റില്ല, നടക്കുന്ന കിതപ്പുള്ളതുകൊണ്ട് ഇപ്പോൾ ഒരു ഹോട്ടൽ എന്ന് പറഞ്ഞൊരു സാധനം ഫിറ്റ് ചെയ്ത് 24 hours അത് നിരീക്ഷണത്തിന് വേണ്ടി വെച്ചു. അത് ഞായറാഴ്ച വൈകുന്നേരത്ത് അത് റിമൂവ് ചെയ്തു. അത് കഴിഞ്ഞ് അന്ന് രാവിലെ തന്നെ ഡോക്ടർ വരില്ല. HDU എന്ന് പറഞ്ഞൊരു യൂണിറ്റിൽ എന്നെ അഡ്മിറ്റ് ചെയ്തത്. അപ്പോൾ ICUവിൻ്റെ തൊട്ട് താഴെയുള്ളതാണ്. അപ്പോൾ ഡോക്ടർ രാവിലെ അന്ന് വരാത്ത ഡോക്ടർ ഞാനപ്പോൾ തന്നെ അച്ഛനെയൊക്കെ വിളിച്ച് പറഞ്ഞു അവിടെ വകല. അപ്പം അച്ഛൻ പറഞ്ഞു. അപ്പോൾ തന്നെ എന്നെ ചെവിയിൽ പ്രാർത്ഥിച്ചു. അപ്പോൾ തൊട്ട് എനിക്ക് ഹാർട്ടിൻ്റെ ബീറ്റിലൊക്കെ ഏകദേശം നോർമലായി തുടങ്ങി. ഡോക്ടർ അന്ന് ഞായറാഴ്ച വരാത്ത ഡോക്ടർ അന്ന് എന്തോ കാര്യത്തിനാണ് ഞായറാഴ്ച വന്നപ്പോൾ എന്നെ കണ്ടത് പറഞ്ഞു ഈ പേഷ്യൻറ്റിനെ ഇപ്പോൾ തന്നെ വാർഡിലേക്ക് മാറ്റിക്കോളാൻ പറഞ്ഞു. എന്നെ അപ്പോൾ തന്നെ വാർഡിലേക്ക് മാറ്റുകയും ചെയ്തു. പിറ്റേ ദിവസം ടെക്നീഷ്യൻ വന്ന് നോക്കി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ വേണ്ടില്ലെങ്കിലും ഇത് സെക്കൻഡ് സ്റ്റേജാണ് ഓപ്പറേഷൻ വേണ്ടത്, പക്ഷേ പേസ് മേക്കർ മസ്റ്റായിട്ടും വെക്കണമെന്ന് പറഞ്ഞു.
അപ്പം അതിൻ്റെ അതൊരു മെഡിക്കൽ കോളേജാണല്ലോ, അപ്പോൾ കുറേ ഡോക്ടേഴ്സ് സ്റ്റുഡൻസൊക്കെ പഠിക്കുന്ന സ്റ്റുഡൻസൊക്കെ അവരുടെ കൂടെ ഉണ്ട്, ഒരു ഗ്രൂപ്പായിട്ട് അവർ വരുന്നത്. അപ്പോൾ ഇത് സീനിയർ ഡോക്ടർ. അപ്പോൾ ഞാൻ ഡോക്ടറെ ഇതുപോലെ പറഞ്ഞു, എന്നെ ഡിസ്ചാർജ് ചെയ്തോ, ഞങ്ങളിത് പ്രാർത്ഥിച്ച് മാറ്റുമെന്ന് ഇങ്ങനെ ഉറപ്പായിട്ട് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ ഓക്കെ എന്ന് പറഞ്ഞപ്പോൾ കൂടെ നിന്ന് അവർക്കൊക്കെ സ്റ്റുഡൻസ് അല്ലേ, അവരെല്ലാം ചിരിച്ചു. പ്രാർത്ഥിച്ച് മാറ്റുമെന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് ആരെങ്കിലും അവിടെ മെഡിക്കൽ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കില്ല. പക്ഷെ ഞാൻ ഡോക്ടറെ അടുത്ത് പറഞ്ഞു പ്രാർത്ഥിച്ച് മാറ്റുമെന്ന് പറഞ്ഞു. അത് ദൈവം എനിക്ക് അപ്പോൾ തോന്നിച്ചു, അത് ഞാൻ പറഞ്ഞു. അവിടെ ഞാൻ ദൈവത്തിനെ പ്രഖ്യാപിച്ചു. നമ്മൾ സാക്ഷ്യമൊന്നും അവിടെ തന്നെ പറഞ്ഞു. തന്നെയല്ല, അവിടെ തന്നെ എനിക്ക് അവിടെ ഈ ഒരാൾ കിടക്കുന്നുണ്ടായിരുന്നു. നോക്കുമ്പോൾ അവരെ സംസാരിച്ചപ്പം കിഡ്നിയൊക്കെ ഫെയിലായി, രണ്ടും കിടക്കുന്നതാണ്, പാവങ്ങളാണ്, ഒരു ടെമ്പോ ഡ്രൈവറായിരുന്നു. അപ്പോൾ അവർക്ക് പൈസ ഒന്നും ഇല്ലാത്ത, അപ്പോൾ ഞാൻ മോൻ്റെ അടുത്ത് പറഞ്ഞു കുറച്ച് പൈസ അവർക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ പ്രേക്ഷിത പ്രവർത്തനം അവിടെ തന്നെ തുടങ്ങി. അവൻ പറഞ്ഞു ഇത്ര എമൗണ്ട് കൊടുക്കുന്നത് എന്തിനാ പാപ്പാന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു പൈസ കൊടുത്തില്ലെങ്കിലും ഓപ്പറേഷൻ നടക്കരുത്, പൈസ നമ്മൾ കൊടുക്കണം. കാരണം എനിക്ക് നേരത്തെ പണ്ട് എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം ഇതെല്ലാം നമുക്ക് അനുഭവത്തിലുള്ളതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അങ്ങനെ പൈസ കൊടുത്തപ്പം ഇത് എൻ്റെ മോളിലെ ആദ്യം ഉണ്ടായപ്പോൾ പ്രസവത്തിൻ്റെ സമയത്ത് ഇതുപോലെ കോംപ്ലിക്കേഷൻ ആയപ്പോൾ ഇതുപോലെ ഒരു അമ്മച്ചി വന്നപ്പോൾ ഇതുപോലെ ഞാൻ അന്ന് സാമ്പത്തിക സഹായം ചെയ്തു 94-ൽ. അന്ന് പിറ്റേ ദിവസം വൈഫിന് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. വൈഫിന് ഓപ്പറേഷൻ കൂടാതെ അന്ന് മോൾ സുഖപ്രസവം ഉണ്ടായി. അപ്പം നമുക്ക് ഒരിടത്ത് ചെയ്താൽ നമുക്കത് ദൈവം നമുക്ക് പ്രതിഫലം കിട്ടുമെന്ന് അന്ന് തന്നെ അവർ പറഞ്ഞു. അപ്പോൾ ആ ഒരു ഉത്തമ വിശ്വാസം ഞാൻ സഹായം ചെയ്തു, പിന്നെയും കുറേ സഹായം ചെയ്തു. അപ്പോൾ പിന്നെ പ്രാർത്ഥന തുടങ്ങി. പിന്നെ ഇവിടെ വന്നു ഉടമ്പടി എടുത്തപ്പോൾ അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നില്ല, അച്ഛൻ വിദേശത്തായിരുന്നു. അച്ഛനെ കാണാൻ സാധിച്ചില്ല. അപ്പോൾ അച്ഛൻ 2 ആഴ്ച കഴിഞ്ഞ് വന്ന് അച്ഛനെ കണ്ടു, ടോക്കൺ എടുത്ത് അച്ഛനെ കണ്ടപ്പോൾ അച്ഛനൊന്നും പറഞ്ഞില്ല. അപ്പോൾ എല്ലാവരും വന്ന് അച്ഛൻ ചോദിക്കുമെന്ന് വിചാരിച്ച് അച്ഛനൊന്നും ചോദിച്ചില്ല, എനിക്കൊന്നും പറയാനും പറ്റിയില്ല. ടോക്കൺ മാത്രം കൊടുത്തു. അച്ഛൻ ബ്ലെസ് ചെയ്തു, നെറ്റിയിൽ ചങ്കിൽ തൈലം കൊണ്ട് കുരിശ് വരച്ച് ആശീർവദിച്ചു, പ്രാർത്ഥിച്ചു. പിന്നെ ഞങ്ങൾ പോവുകയും ചെയ്തു. ദിവസവും രാവിലെ ഉടമ്പടി പ്രാർത്ഥനയും എല്ലാം ചെയ്യും, എല്ലാ രോഗികളെ സന്ദർശിക്കും. കുറേ പ്രേക്ഷകർ കുറേ പേർക്ക് സഹായങ്ങളൊക്കെ കൊടുത്തു, കുറേ പൈസ സഹായിച്ചു. കാരണം നമ്മൾ ഓപ്പറേഷൻ പാടില്ല, ദൈവം ഇടപെടണം, അതാണ് ഞങ്ങളുടെ വാശി. ഇത് അവിടെ പോയിട്ട് ഞങ്ങൾക്ക് പ്രഖ്യാപിക്കണം, അമൃത ഹോസ്പിറ്റലിൽ പറയണം. ഇത് അവർക്കൊരു മോട്ടിവേഷൻ ആകണം. കാരണം നമ്മൾ പ്രാർത്ഥിച്ച് ഈ കാലത്തും രോഗം മാറുന്ന അവർക്കറിയണം. ഇതുവരെ ഈ നിമിഷം വരെ ഈ ഇന്നലെ ഞാൻ വേറെ തൃശ്ശൂർ ഒരു ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പിന് പോയി. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ തൃശ്ശൂർ ആദ്യം 2 ആഴ്ച മുമ്പ് ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പ് ചെയ്തു. അതിനകത്ത് എക്കോ എടുത്തപ്പം ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ദൈവത്തിന് അപ്പം തന്നെ നന്ദി പറഞ്ഞു. വീണ്ടും 2 ആഴ്ച കഴിഞ്ഞ് TMT എടുക്കണമെന്ന് പറഞ്ഞു. ഇന്നലെ വീണ്ടും പോയി TMT എടുത്ത് അതിൽ നെഗറ്റീവാണ്. ദൈവത്തിന് 1000 നന്ദി. ദൈവം ഇതിനകത്ത് ഇടപെട്ടില്ലെങ്കിൽ ഞാനിന്ന് ഓപ്പറേഷൻ ചെയ്ത് ഇന്നിവിടെ നിൽക്കില്ല, നമ്മളവിടെ വീട്ടിൽ കിടക്കേണ്ടി വരും. കാരണം വെളിയിൽ ഓപ്പറേഷൻ ചെയ്ത് 6 മാസത്തേക്ക് വെളിയിൽ ഇറങ്ങാൻ പറ്റില്ല, ആൾക്കാർ കാണാൻ പാടില്ല. ഇപ്പോൾ കോംപ്ലിക്കേഷനായി നമ്മുടെ ശരീരത്തിൻ്റെ ഒറിജിനാലിറ്റി പോയാൽ അതിനുണ്ടാകുന്ന ഭവിഷ്യത്ത് നമുക്കറിയാമല്ലോ. അപ്പോൾ ഇതെനിക്ക് ദൈവത്തിൻ്റെ മുന്നിൽ ദൈവത്തിനെ പ്രകീർത്തിക്കണം ആൾക്കാരുടെ മുമ്പിൽ. ഇതൊരു വലിയൊരു അനുഭവമാണ്, എനിക്ക് തന്നെ വന്ന ഒരു അനുഭവമാണ്. ഞാൻ തന്നെയാണ് പണ്ട് ഉടമ്പടി എടുത്തത് കുടുംബത്തിന് വേണ്ടി. അത് എനിക്ക് തന്നെ ഇവിടെ വന്ന് വീണ്ടും എനിക്ക് വേണ്ടി ഒരു സാക്ഷ്യം പറയാൻ ദൈവം തന്നതിന് മാതാവിനും, അതുപോലെ ദിവസവും രാവിലെ പ്രാർത്ഥിച്ച് ചെയ്യുമ്പം മാതാവിൻ്റെ ഒരു തുള്ളി വിരലിൽ മുക്കി നാവിൽ തൊടും, തേനും കഴിക്കും. ഇതെല്ലാം ചെയ്യുന്ന എനിക്ക് ഈ രോഗത്തിന് വേണ്ടി 1 രൂപയുടെ മരുന്ന് പോലും എനിക്ക് ചെയ്യേണ്ടി വന്നിട്ടില്ല. 1 രൂപയുടെ മരുന്ന് പോലും എൻ്റെ ഹൃദയത്തിൻ്റെ രോഗത്തിന് വേണ്ടി ചെയ്യേണ്ടി വന്നിട്ടില്ല. ഞാൻ കഴിച്ചിട്ടില്ല, എനിക്ക് തന്നിട്ടില്ല. ഇന്നലെ ചെന്നപ്പോൾ ഒരു മരുന്ന് വന്നു, അതൊന്നും രോഗത്തിനുള്ളതല്ല, കൊളസ്ട്രോൾ ഉണ്ടെന്ന് പറഞ്ഞ് കൊളസ്ട്രോൾ ഇല്ല, എല്ലാ മരുന്നുകളും വെട്ടിച്ചുരുക്കി, ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് എനിക്ക് ഇന്നലെ ഐക്യമാണ് ചെയ്ത്. ഇത്രയും ചെയ്ത ദൈവത്തിനും മാതാവിനും കൃപാസനം അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ജപമാല റാണി ആവേ 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 മരിയ.